പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഏതൊരു മീൻ വെച്ചിട്ടും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ അയലമീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കപ്പയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ കറി. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതൊരു പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 4-5 കാശ്മീരി മുഴുവൻ മുളകും അതുപോലെ തന്നെ ഒരു 3-4 സാദാ മുളകും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മുളക് രണ്ടും നല്ലപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം. ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂണോളം മല്ലിയും ചേർത്ത് കൊടുക്കാം. 4-5 അല്ലിയോളം ചെറിയുള്ളിയും 2 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു സമയത്ത് തന്നെ നമുക്ക് ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ആ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചോ അതല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വറുത്ത് കൊടുത്താൽ മതി. ചട്ടിയുടെ ആ ഒരു ചൂടിൽ കടന്ന് തന്നെ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കിട്ടും. ഇത്രയും മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സി ജാറിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാശ്മീരി മുളകും സാദാ മുളകും ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ താപ്പോൾ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി നമുക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ശേഷം പിന്നെ ഞാനിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കുടംപുളിയോ അതല്ലെങ്കിൽ വാളൻപുളി പിഴിഞ്ഞതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തതും 2-3 പച്ചമുളക് കട്ട് ചെയ്തതും 2 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അയലമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ അയലമീനാണ് എടുത്തിട്ടുള്ളത്. ഏത് മീൻ വേണമെങ്കിലും എടുക്കട്ടോ. കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള മീനൊക്കെ ആണെങ്കിൽ കറി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. മീനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് വീണ്ടും മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കറിയൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തവിയൊന്നും ഇട്ട് ഇളക്കി കൊടുക്കരുത്. ഒരു ടവൽ ഉപയോഗിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു വറവ് കൂടെ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ചെടുത്ത 1 ടീസ്പൂണോളം ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും 2 കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൂപ്പിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അതുപോലെ തന്നെ മൂടി വെച്ച് കൊടുക്കാം. ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂടി തുറന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മളിത് തലേദിവസം കറി തയ്യാറാക്കി പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. മീനിലൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവും. ഇപ്പം അതിനൊന്നും സമയമില്ലെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്നാലും അടിപൊളിയായിരിക്കും.
ഇതിൻ്റെ ആ ഒരു ഗ്രേവി മാത്രം മതി കേട്ടോ നമുക്ക് ചോറിൻ്റെയും കപ്പയുടെയൊക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.